ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മുടെ മാലതിയാണെങ്കിൽ കമലയുടെ അടുത്ത് സംസാരിക്കുകയാണ്. അപ്പോൾ കമല പറയുന്നുണ്ട്, രഞ്ജുവും ഹരിയും കോളേജിൽ പോയാൽ പിന്നെ എനിക്ക് ബോറടിച്ച് ചാവാനേ നേരമുള്ളൂ എന്ന് പറയുമ്പോൾ മാലതി പറയുന്നുണ്ട്, ഒരു വീടാവുമ്പോൾ എന്തൊക്കെ പണി കാണും, നീ ഒന്ന് ഞങ്ങളുടെ വീട്ടിൽ വന്ന് നോക്കണം, വീടിന് പുറത്തും അകത്തും ഒക്കെ ഇപ്പൊ ചെടി മാത്രമാണെന്ന് പറയാണ് മാലതിയെ. എന്നിട്ട് അവര് ഹാളിലേക്ക് ചെല്ലുന്നുണ്ട്. അപ്പോൾ അവിടെ രഞ്ജു ഫോണില് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും കേട്ടോ. അപ്പൊ മാലതി പറയുന്നുണ്ട്, ഇവൾക്ക് എപ്പോഴും മൊബൈലിൽ തന്നെയാണോ പണി എന്ന് പറയുമ്പോൾ രഞ്ജു അങ്ങ് എണീറ്റ് പോവും. കൂടാതെ ഗംഗാധരനും ഹരിയും മുകളിൽ നിന്ന് ഇറങ്ങി വരികയാണ് കേട്ടോ. ഹരി കമലയോട് പറയുന്നുണ്ട്, അമ്മ സാധനങ്ങളുടെ ലിസ്റ്റിംഗ് ഇതാ, ഞാൻ കടയിലേക്ക് പോവാന്ന് പറയുമ്പോൾ നീ കടയിൽ പോയിട്ട് വിളിച്ചാൽ മതി, നീ ആ കട പൂട്ടുന്നതിന് മുൻപേ അങ്ങ് ചെല്ല് ഹരി എന്ന് പറഞ്ഞിട്ട് വിടുകയാണ് കേട്ടോ. അതിനുശേഷം കമല ഗംഗാധരന്റെ അടുത്ത് ചോദിക്കൂട്ടോ, ബാലചന്ദ്രന്റെ പ്രശ്നം എന്താന്ന് മനസ്സിലായോ ഗംഗേട്ട? അത് മനസ്സിലായി. വൈജയുടെ പ്രശ്നം എന്താണ് എന്ന് ചോദിക്കട്ടോ ഗംഗാധരൻ. അവൾക്ക് ഇപ്പോ ഒരു പ്രശ്നേ ഉള്ളൂ, അലീന എന്ന് പറയുമ്പോൾ മാലതി ചോദിക്കും, കമലയ്ക്ക് അവളെ പറ്റിയുള്ള അഭിപ്രായം എന്താ? അത്ര നല്ല അഭിപ്രായം ഒന്നല്ല, ആണുങ്ങളോട് വല്ലാണ്ടങ്ങ് ശൃംഗരിക്കും, പെട്ടിയിൽ നിന്ന് പണം മോഷ്ടിക്കും, സ്വർണ്ണമൊക്കെ അടിച്ചു മാറ്റും എന്ന് പറയുമ്പോഴേക്കും ഗംഗാധരൻ ചോദിക്കട്ടോ, അല്ല ഇവിടെ നിന്ന് എത്ര പവന്റെ സ്വർണം കാണാതായി എന്ന് ചോദിക്കുമ്പോഴേക്കും കമല ആകെ ഇതായി പോവാണേ. അല്ല ഇവിടെ അവളുടെ വേലത്തരൊന്നും നടന്നിട്ടില്ല, അപ്പോ കടപ്പാട്ടൂരിന്ന് എത്ര പവന്റെ സ്വർണവും പണവും മോഷണം പോയി എന്ന് ഗംഗാധരൻ ചോദിക്കുമ്പോൾ അത് പിന്നെ കൃത്യമായിട്ട് കണക്കറിയില്ല, അതൊക്കെ വൈജയ്ക്ക് അറിയുള്ളൂ, അവളെ അവിടുന്ന് പറഞ്ഞു വിട്ടാൽ അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആവും എന്നത് മാത്രമേ എനിക്കറിയുള്ളൂ എന്ന് പറയാൻ കമല. പിന്നീട് ഗംഗാധരൻ ചോദിക്കൂട്ടോ, ആരാ അലീനെ ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് മുൻകൈ എടുത്തത്? അത് അച്ഛൻ അലീന ഇവിടെ വരുന്നതിന് മുൻപേ മരിച്ചുപോയല്ലോ, പിന്നീട് ആരാ മുൻകൈ എടുത്തതെന്ന് ചോദിക്കുമ്പോ അത് പിന്നെ മനു. ഞാനും ശിവേട്ടനും വൈജയൊക്കെ അവനോട് കെഞ്ചി പറഞ്ഞതാ, പക്ഷെ അവനുണ്ടോ കേൾക്കുന്നു, ഇവിടേക്കൊരു ഹോം നഴ്സിന് ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് മനു കേട്ടതേ ഇല്ല. അപ്പൊ ഗംഗാധരൻ ചോദിക്കുന്നുണ്ട് കേട്ടോ, ഇത്രയ്ക്ക് നിർബന്ധിക്കാൻ എന്തായിരിക്കും കാരണം? അത് അച്ഛന്റെ അന്ത്യാഭിലാഷമായിരുന്നു എന്നാണ് മനു പറഞ്ഞത്, അമ്മയെ ശുശ്രൂഷിക്കാൻ അലീന വേണം എന്ന് തന്നെയാ പറഞ്ഞിരുന്നതെന്ന് പറയുന്നുണ്ട്. ഈ കഴക്കൂട്ടത്ത് പോയി തന്നെ അലീനയെ സെലക്ട് ചെയ്യാൻ എന്താ കാരണം എന്ന് ഗംഗാധരൻ ചോദിക്കുമ്പോൾ അത് പിന്നെ അവിടെ ഓർഫനേജ് നടത്തുന്ന ഒരു സ്ത്രീ അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിരുന്നു, അവരുടെ നിർബന്ധ പ്രകാരമായിരിക്കും അച്ഛൻ മനുവിനെയും കൂട്ടി അവിടെ പോയി അലീനയെ ബുക്ക് ചെയ്തത് എന്ന് പറയുന്നുണ്ട്. പിന്നീട് ഗംഗാധരൻ പറയും, ഞങ്ങൾ കടപ്പാട്ടൂര് ചെന്നു, എല്ലാരെയും കണ്ടു, പക്ഷെ ഇവിടെ വന്നപ്പോ കമല പറയുന്നതൊക്കെ പരദൂഷണമെന്ന് എനിക്ക് മനസ്സിലായി, അത് പിന്നെ വൈജയ്ക്കുള്ള തെറ്റിദ്ധാരണകളായതൊക്കെ എന്ന് പറയുന്നുണ്ട് കേട്ടോ കമല ആ തെറ്റിദ്ധാരണയിൽ എണ്ണയൊഴിച്ച് ആളി കത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണ്ട, അവർക്ക് അത് ശരിക്കും വേദനയാ, അതിൽ ഉല്ലാസം കണ്ടെത്തുന്നതൊക്കെ ചിലരുടെ ഒരു വിനോദമാണ്. അപ്പോ മാലതിയും പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ, അതെ കമലേ, നമ്മൾ ഒന്നിച്ച് നിന്നാലേ ആ കുടുംബം രക്ഷപ്പെടുള്ളൂ എന്ന് പറയുമ്പോഴേക്കും കമല പറയും, അത് പിന്നെ ഹരിക്കേ ഫോൺ വിളിച്ച് ലിസ്റ്റ് കൊടുത്തില്ല, എന്നാൽ ഞാൻ അങ്ങോട്ട് പോട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവാണേ. പിന്നീട് ഹോസ്പിറ്റലിലേക്ക് ബാലേന്ദ്രനെ കാണാൻ വേണ്ടിയിട്ട് ബബിതയും മനുവും കൂടെ വരുന്നുണ്ട്. ആ സമയത്ത് ബാലേന്ദ്രൻ ഉറങ്ങായിരിക്കും. ഉറക്കമാണോ എന്ന് ചോദിക്കുമ്പോഴേക്കും ബാലേന്ദ്രൻ ഉണരുന്നുണ്ട്. ഉറങ്ങല്ല മനു, ഞാനേ കണ്ണടച്ച് കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുക. അതെങ്ങനെയാ അങ്കിൾ എന്ന് ചോദിക്കുമ്പോൾ പിറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ മതി, കണ്ണുകൊണ്ടല്ല മനസ്സുകൊണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നമ്മുടെ തന്നെ ഓരോരോ ഫ്ലാഷ് ബാക്ക്. അപ്പൊ നമുക്ക് കാണാം കപടവേഷങ്ങൾ, കള്ളത്തരങ്ങൾ. അപ്പൊ അങ്കിള് എന്റർടൈൻ ചെയ്യാണല്ലേ എന്ന് ചോദിക്കുമ്പോൾ ബാലേന്ദ്രൻ പറയും, നമ്മുടെ ജീവിതത്തിന്റെ ഫ്ലാഷ് ബാക്കിലേക്ക് നോക്കിയാൽ മാത്രമേ നമുക്ക് പറ്റിയ അബദ്ധങ്ങൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. പിന്നീട് ബബിതയോട് ബാലേന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ, മോളെ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ, ഇവിടെ വന്നിട്ട് ഞാൻ ഒരേ കിടപ്പല്ലേ, ഡോക്ടർ വരുന്നു, പരിശോധിക്കുന്നു, നഴ്സ് വരുന്നു, മരുന്ന് തരുന്നു എന്നൊക്കെ പറയുമ്പോ ബബിത ചോദിക്കുന്നുണ്ട് കേട്ടോ, അച്ഛന് ഇപ്പോ വീട്ടിലേക്ക് വരാൻ വേണ്ടിട്ട് പറ്റുമോ? ഓ ഞാൻ റെഡിയാ, പക്ഷേ ഡോക്ടർ കൂടി സമ്മതിക്കണം എന്ന് പറയുന്നുണ്ട് കേട്ടോ ബാലേന്ദ്രൻ. അപ്പോ ബബിത ചോദിക്കട്ടോ, അച്ഛൻ കോണിപ്പടി അങ്ങോട്ടും ഇങ്ങോട്ടും കയറി നടക്കുന്നതല്ലേ, പിന്നെ എങ്ങനെയാ ഹാർട്ട് അറ്റാക്ക് വരുന്നത്? അത് അച്ഛന്റെ ഹാർട്ട് ചിലരൊക്കെ കൂടി ചേർന്ന് ഞെക്കി പൊട്ടിച്ചതാന്ന് പറയുമ്പോ നമ്മുടെ ബബിത മനുവിന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുവാണേ. അപ്പോ ബബിത ചോദിക്കട്ടോ, അച്ഛനെ ആരാ ഇത്രയും പ്രഷർ കയറ്റിയത് എന്ന് ചോദിക്കുമ്പോ, മോളെ മനുഷ്യരെ നമുക്ക് പൂർണ്ണ രൂപം കാണാൻ വേണ്ടിട്ട് പറ്റില്ല, അവരുടെ ഏകദേശ രൂപമൊക്കെ നമ്മൾ കാണുള്ളൂ, പക്ഷെ അവരുടെ ഉള്ളിൽ ഒരു രൂപം ഉണ്ടാവും. അപ്പൊ മനുവിന്റെ മുഖത്തേക്ക് ബബിത നോക്കുന്ന സമയത്ത് മനു ചോദിക്കട്ടോ, കേട്ടല്ലോ ഇപ്പൊ നിനക്ക് വല്ലതും മനസ്സിലായോ എന്ന് ചോദിക്കുമ്പോ ഇല്ല എന്ന് പറയാണ്ടോ ബബിത. അപ്പൊ ബബിതയോടായിട്ട് പറയുന്നുണ്ട് കേട്ടോ ബാലേന്ദ്രൻ, ഇപ്പോ ബബിത മോള് വീട്ടിലിരിക്കുന്നു, പഠിക്കുന്നു, ക്ലാസ്സിൽ പോകുന്നു, പഠിക്കുന്നു, തിരിച്ചു വീട്ടിലെത്തുന്നു, ഇതാണ് നടക്കുന്നത് തന്നെയല്ലേ അച്ഛനെ പോലുള്ള മണ്ടന്മാരുടെ ധാരണ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ബബിതയ്ക്ക് ആകെ
വല്ലാതെ തോന്നുകയാണ് കേട്ടോ. ശരിക്കും അങ്ങനെയാണോ നടക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ബബിത ഒന്നും മിണ്ടുന്നില്ലേ. അച്ഛനോടും അമ്മയോടും പറയാൻ പറ്റാത്തതായിട്ടുള്ള കള്ളത്തരങ്ങളൊന്നും മോളുടെ മനസ്സിലില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല അച്ഛാ, എങ്കിൽ പിന്നെ പാസ്വേഡ് മാറ്റിയിട്ട് മോളുടെ ഫോൺ ഇങ്ങ് തന്നെ എന്ന് പറയുമ്പോൾ ആകെ ഒരു വെപ്രാളപ്പെടാണ് കേട്ടോ ബബിത. കുറെ നേരം പിടിക്കുന്നുണ്ട് കേട്ടോ ഫോണ് കൈമുന്നിൽ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ മനു ഇങ്ങനെ രണ്ടുപേരെയും മാറി മാറി നോക്കുവാണേ. അങ്ങനെ പാസ്വേഡൊക്കെ മാറ്റിയിട്ട് ഫോൺ അങ്ങ് കൊടുക്കാനിട്ട് ബാലേന്ദ്രന്റെ കയ്യില്. അപ്പോൾ ആ ഫോണിലാണെങ്കിൽ വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം, മെസ്സേജ്, ഗാലറി എല്ലാം ലോക്ക് ആയിരിക്കും കേട്ടോ. അത് കാണുമ്പോൾ തന്നെ ബാലചന്ദ്രൻ ചിരിച്ചുകൊണ്ട് ചോദിക്കും, ഒരുപാട് രഹസ്യങ്ങൾ ഉണ്ടല്ലേ. എന്നിട്ട് മനുവിന്റെ അടുത്ത് പറയുന്നുണ്ട്, ഞാനേ മനു 1ാം ക്ലാസ്സിൽ ചേർന്നിട്ടുണ്ട്. 1 എന്ന് മുതൽ പഠിച്ചു തുടങ്ങുക മനുഷ്യനെ. നന്നായിട്ട് പഠിക്കാനുണ്ട് മനു. പരീക്ഷയിലെ ഞാനങ്ങ് തോറ്റുപോയി, നന്നായിട്ട് പഠിക്കണ്ടേ, ഇനി വേണം അത് തുടങ്ങാൻ എന്ന് പറയുന്നുണ്ട് കേട്ടോ മനുവിന്റെ അടുത്ത്. അപ്പോഴേക്കും ബബിത വിഷയം അങ്ങ് മാറ്റാൻ കേട്ടോ. നീലഗിരിയിൽ നിന്നും ഗംഗാധരനങ്ങളും ആന്റി വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ബാലേന്ദ്രൻ പറയും, ഞാൻ അറിഞ്ഞു, അവരാണ് എന്നെ കാണാൻ ഏറ്റവും യോഗ്യതയുള്ളവർ എന്ന് പറയുമ്പോൾ മനു ഇങ്ങനെ നോക്കുവാണേ. അതും ഒരു സബ്ജക്റ്റാ, പഠിക്കാനുള്ളത് തന്നെയാ എന്ന് പറയുമ്പോഴും നമ്മുടെ മനു ഇങ്ങനെ നോക്കുന്നുണ്ട്. മനു എന്നിട്ട് പറയും, അങ്കിളെ ഞാൻ എന്നാ ഇവിടെ കൊണ്ടാക്കിയിട്ട് വരാന്ന് പറഞ്ഞിട്ട് അവരങ്ങ് പോവാണേ. വീണ്ടും മനുവിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് കേട്ടോ, അവളെ ഇട്ട് വീട്ടിലേക്ക് കൊണ്ടുപോയാക്കുന്ന സമയത്ത് അവൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കണം എന്ന് പറയുമ്പോൾ മനു ആയിക്കോട്ടെ അങ്കിൾ എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അലീനയാണെങ്കിൽ മുത്തശ്ശിക്കുള്ള മരുന്നൊക്കെ എടുത്തു കൊടുക്കുകയാണ്. അതിനൊപ്പം തന്നെ മുത്തശ്ശിയോട് പറയുന്നുണ്ട് കേട്ടോ, ഇനി ഈ ബെൽറ്റ് കൂടെ അഴിച്ചാൽ പതിയെ നടന്നു തുടങ്ങാം എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയും, എന്തായാലും ഡോക്ടറെ കണ്ടിട്ട് അഴിക്കാം, ആ മേഡം ഇങ്ങ് വന്നോട്ടെ എന്നിട്ട് പോവാ എന്ന് പറയുന്നുണ്ടേ അലീന. എന്നിട്ട് മുത്തശ്ശിയോട് കിടക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ട് അലീനയും കിടക്കാൻ വേണ്ടിയിട്ട് പോകുന്ന നേരത്ത് ബബിത അങ്ങ് വരുന്നുണ്ടേ. അതെ, അച്ഛനെ നാളെ ഡിസ്ചാർജ് ആക്കും. ആണോ മോളെ എന്ന് ചോദിക്കട്ടെ മുത്തശ്ശി. അമ്മ ഇപ്പൊ വിളിച്ചിരുന്നു, ഇവിടെയൊക്കെ നന്നായിട്ട് തൂത്ത് തുടയ്ക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു, അതിനാ വിളിച്ചതെന്ന് പറഞ്ഞിട്ട് ബബിത അങ്ങ് പോകട്ടോ. അപ്പോ നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട്, എത്ര ദിവസമായി അവൻ ആശുപത്രിയിൽ കയറിയിട്ട്, നാളെ തന്നെ ഇങ്ങ് വന്നാ മതിയായിരുന്നു എന്ന് പറയുമ്പോഴേക്കും അലീന പറയും, അപ്പോ എനിക്ക് നാളെ അങ്ങ് പോവാലോ. ഹാ, അതിപ്പോ തീരുമാനിക്കേണ്ട മോളെ എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും അലീന ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് കേട്ടോ കിടക്കുന്നത്. പിന്നീട് വീണ്ടും ഹോസ്പിറ്റലാണ് കേട്ടോ കാണിക്കുന്നത്. ബാലേന്ദ്രനാണെങ്കിൽ ഒരു ഷർട്ടൊക്കെ ഇട്ടിട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ വൈജ അങ്ങ് എത്തുന്നുണ്ട്. അപ്പൊ ബാലേന്ദ്രൻ വൈജയുടെ മുഖത്തേക്കേ നോക്കുന്നില്ല, കൂടെ കൃഷ്ണമോളും ഉണ്ട്. അതെ, ഡിസ്ചാർജിന് എഴുതി തന്നിട്ടുണ്ട്, സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യട്ടെ എന്ന് ചോദിക്കുമ്പോ എന്ന് പറയാം കേട്ടോ ബാലേന്ദ്രൻ. അതിനുശേഷം കൃഷ്ണമോൾ അടുത്ത് ചെല്ലുമ്പോൾ പറയും, ഗോവർദ്ധൻ വന്നിട്ടുണ്ടോ? ആ, താഴെ നിൽപ്പുണ്ടച്ചാ, എന്താ വിളിക്കണോ? ആ, വിളിക്കണം എന്ന് പറയണേ. അപ്പൊ മനു വരൂട്ടോ, കയ്യിലൊരു ബില്ലൊക്കെ ഉണ്ടാവും. അങ്ങളെ ബില്ലടച്ച് കിട്ടിയിട്ടുണ്ടെന്ന് പറയുമ്പോഴേക്കും വൈജ പറയും, അതിങ്ങതാ എന്നങ്ങ് പറയുന്നതും ബാലേന്ദ്രൻ ആ ബില്ലങ്ങ് വാങ്ങൂട്ടോ. അപ്പൊ പിന്നെ വൈജയ്ക്ക് ചൂടാവാതിരിക്കില്ലല്ലോ. വൈജ പറയും, മനു ഞാനല്ല ആദ്യം കൈ നീട്ടിയത്, അതിനിപ്പോ എന്താ വേണ്ടതെന്ന് ചോദിക്കാണ് ബാലേന്ദ്രൻ. അപ്പൊ തന്നെ മനു, ആന്റി മിണ്ടാതിരിക്കുക എന്ന് പറയുന്നുണ്ടേ. പക്ഷേ വൈജയുടെ സ്വഭാവം വെച്ചിട്ട് അതൊന്നും മിണ്ടാതിരിക്കുന്നൊന്നുമില്ല കേട്ടോ. അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ വന്നതിന് ശേഷം എന്നോട് മിണ്ടുന്നേ ഇല്ല, ഞാൻ എന്ത് ചെയ്തിട്ടാ എന്നൊക്കെ ചോദിക്കാണ്. അങ്കിളെ ആന്റിയോട് ശോഭിക്കാൻ വേണ്ടിയിട്ട് പാടില്ല, എന്താ ഈ കാട്ടുന്നേ എന്ന് ചോദിക്കുന്നുണ്ട് മനു. അപ്പോഴേക്കും വൈജ അങ്ങ് തെറ്റി മാറി നിൽക്കുന്നുണ്ട്. അപ്പോഴേക്കും കൃഷ്ണമോള് ഗോവർദ്ധനെയും കൂട്ടിയിട്ട് വരുന്നുണ്ട്. അതാ ബില്ല് അടച്ചിട്ട് വാ, ഫാർമസിയിൽ ചെന്നാൽ മതി എന്നൊക്കെ പറയുമ്പോഴേക്കും മനു കൂടി സഹായിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർ ബില്ലടയ്ക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് നമ്മുടെ കൃഷ്ണമോള് ചോദിക്കും, അച്ഛൻ എന്തിനാ പെട്ടെന്ന് ഇങ്ങനെ ദേഷ്യപ്പെട്ടത്? അതോ അച്ഛന്റെ ഹൃദയം എല്ലാരും കൂടി ചേർന്ന് പൊട്ടിച്ചിരിക്കുക, അതിനെ ഡോക്ടർമാർ ഒട്ടിച്ചു വെച്ചിരിക്കുക, ഉണങ്ങിയിട്ടില്ല, അതാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ കൃഷ്ണമോള് ബാലേന്ദ്രനെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതും കൂടി കേട്ടപ്പോൾ വൈജ അങ്ങ് പോവാൻ വേണ്ടിയിട്ട് നിൽക്കുവാണ്. ആ സമയത്തായിരിക്കും ഡോക്ടർ വരുന്നത്. അല്ല, പോകാനുള്ള സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെച്ചോ എന്ന് ചോദിക്കുമ്പോൾ ആരും ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. ആ സമയത്ത് ഡോക്ടർ ചോദിക്കും, എന്താ ആരും ഒന്നും മിണ്ടാത്തത്, ഒരു മുറുക്കം പോലെ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ മനു പറയും, ഇല്ല ഡോക്ടർ, പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു എന്ന് പറയണേ. എന്നിട്ട് ഡോക്ടർ പറയുന്നുണ്ട് കേട്ടോ, ബിസിനസ്സിലൊന്നും ഇപ്പോൾ തലയിടണ്ട, അത് നോക്കി നടക്കാനൊക്കെ ആളുകൾ ഉണ്ടല്ലോ, പിന്നെ സന്തോഷമുള്ള സംഭാഷണങ്ങൾ മാത്രം കേൾക്കുക, ഇഷ്ടമുള്ള ആളുകളോട് മാത്രം സംസാരിക്കുക, ഇഷ്ടമുള്ള സംഗീതം, അങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതി, ആരുമായിട്ട് ഒരു ആർഗ്യുമെന്റും പാടില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ വൈജ ഡോക്ടർ പറയുന്ന ആ ഒരു സംസാരത്തിൽ തല പൊന്തിച്ചു നോക്കുവാണേ. എന്നിട്ട് പറയും, ഇപ്പോഴത്തെ ചുറ്റുപാടിൽ നിന്ന് കുറച്ച് മാറി നിൽക്കുന്നത് നന്നായിരിക്കും എന്ന് പറയുമ്പോഴും നമ്മുടെ വൈജ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഡോക്ടർ ചെന്നിട്ട് പറയും, മിസ്സസ് ബാലേന്ദ്രൻ ഒന്ന് എൻ്റെ കൺസൾട്ടിങ് റൂമിലേക്ക് വരും, കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാനുണ്ട് എന്ന് പറഞ്ഞിട്ട് വൈജയെ വിളിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വൈജയാണെങ്കിൽ ബാലേന്ദ്രന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ബാലേന്ദ്രൻ ആണെങ്കിൽ വൈജയെ മൈൻഡ് ചെയ്യാതെ ഇരിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് മനു ചെന്നിട്ട് പറയും, ആന്റി
ഒന്ന് ചെല്ല് എന്ന് പറയുമ്പോൾ വൈജ അങ്ങ് പോവാണേ. അങ്ങനെ വൈജ ഡോക്ടറുടെ അടുത്തേക്ക് പോകുമ്പോൾ പേരെന്താണ്, എവിടെയാണ് ജോലി ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കും. എന്നിട്ട് ബാലേന്ദ്രന്റെ അവസ്ഥ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ അയാളെ മനസ്സിലാക്കിയെടുത്തോളം അയാൾ ഒരു ഇമോഷണൽ കാര്യങ്ങൾ കൂടുതലുള്ള ആളാണ്. പക്ഷെ ആരോടും റിയാക്ട് ചെയ്യില്ല, സപ്രസ് ചെയ്തുകൊണ്ടിരിക്കും എന്ന് പറയുമ്പോൾ വൈജ പറയുന്നുണ്ട് കേട്ടോ, എൻ്റെ അടുത്ത് റിയാക്ട് ചെയ്യാറുണ്ട്, പക്ഷെ 10-1 മാത്രമാണ് നിങ്ങളോട് പ്രകടിപ്പിക്കുന്നത്. പക്ഷെ മേഡം അങ്ങനെയല്ല, മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ വെട്ടി തുറന്ന് അങ്ങ് പറയല്ലേ എന്ന് ചോദിക്കുമ്പോൾ വൈജ ഒന്നും മിണ്ടില്ല കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ബൈ.